ഹലോ, നമസ്കാരം. നമുക്കിന്ന് ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ വെജിറ്റേറിയൻ രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പാലക്ക് വളരെ നന്നായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകി എടുത്ത ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ റെസിപ്പിക്ക് നമുക്ക് 2 കപ്പ് വേവിച്ച ചോറ് ആവശ്യമുണ്ട്. അത് നമുക്ക് വേവിച്ച് റെഡിയാക്കി വെക്കാം. നമ്മുടെ പാലക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് ഇടുക. കടുക് പൊട്ടിയ ശേഷം പച്ചമുളക് ഇടുക, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ഒരു ഫ്രേഗ്രൻസ് വരുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സവാള ചേർക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് പാലക്കില ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലക്കില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് എക്സ്ട്രാ ഫ്ലേവറിന്. അത് നിർബന്ധമല്ല. ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റി എടുക്കുക. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറ് കുറച്ച് തണുപ്പിച്ച ശേഷം ചേർക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. വളരെ സാവധാനത്തിൽ ഇളക്കി കൊടുക്കുക. ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ പാലക്കിൻ്റെ മിക്സ്ചറും ചോറും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമുള്ള ഉപ്പും ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പാലക് റൈസ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ യാം റോസ്റ്റ്, നമ്മുടെ ചേനയും തക്കാളിയും കൊണ്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1/4 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഈ ഡിഷിന് യൂസ് ചെയ്യത്തില്ല, പക്ഷേ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഭാഗം ചേനയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടുക. ചൊറിച്ചിലും ഇറിറ്റേഷനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഈ ചേന നമ്മളൊന്ന് പകുതി വേവിച്ചെടുക്കാനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ചൊറിച്ചിലിൻ്റെ ഒരു ഇഫക്റ്റ് കുറച്ച് കുറഞ്ഞു കിട്ടുകയും ചെയ്യും, ഒന്ന് പകുതി വെന്ത് കിട്ടുകയും ചെയ്യും. 7-8 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമ്മളിത് അരിച്ച് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അധികം തണുക്കണമെന്ന് ആവശ്യമില്ല. ഇതിൻ്റെ ബാക്കി റോസ്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും കുറച്ച് കടുക്, പച്ചമുളക് ഇട്ട് ഒന്ന് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് അരിഞ്ഞ സവാള, അതൊന്ന് വഴന്ന് വരുമ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് പിങ്കിഷ് കളറിലേക്ക് ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിൽ നിന്നും 1.5 കപ്പ് ചേന ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് നന്നായിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വഴറ്റിക്കൊണ്ടിരിക്കുക. പകുതി വേവിച്ച ചേനയിൽ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ചേന ഒന്ന് ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം തക്കാളി ചേർക്കുകയാണ് ചെയ്യുന്നത്. തക്കാളി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കുക.
അപ്പോൾ നമ്മുടെ പകുതി വേകാൻ ബാക്കിയുണ്ടല്ലോ ചേന, അത് വെന്ത് കിട്ടും. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചേന തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പാക്കിംഗ് തുടങ്ങാം. ഇപ്പോൾ ആദ്യം ഞാൻ പാലക് റൈസ് ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ലഞ്ച് ബോക്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ പാക്കിംഗ് പ്ലാൻ ചെയ്യുക. എൻ്റെ കയ്യിലുള്ള ലഞ്ച് ബോക്സ് സെറ്റിൽ 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ലഞ്ച് ബോക്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഞാൻ ചോറ് ഫില്ല് ചെയ്തു, ഒരെണ്ണത്തിൽ ചേന റോസ്റ്റ് ഫില്ല് ചെയ്തു. മൂന്നാമത്തെ ബോക്സിൽ 3 അറകളുള്ളത് കൊണ്ട് ഞാൻ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഫില്ല് ചെയ്യുന്നത്. അച്ചാർ, കുറച്ച് നട്ട്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട് കട്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾ സാലഡുകളോ അല്ലെങ്കിൽ കട്ട് വെജിറ്റബിൾസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തുടച്ചു കൊടുക്കാം ടിഷ്യൂ വെച്ച്, അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് കളയാനായിട്ട്. എന്നിട്ട് നമുക്ക് കാരിയറിലേക്ക് വയ്ക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ മെനു കോമ്പിനേഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ.